ഈ ഒരു വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് പ്രഷർ സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിലമ്പൂരിന്ന് ചുങ്കത്തർന്ന് യാത്ര തുടങ്ങിയപ്പോ അതാണ് വണ്ടൂര് എത്തിക്കാണ്. 16.5 കിലോമീറ്റർ താണ്ടിട്ട് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ വിജയാണല്ലോ തൊപ്പി. അപ്പൊ വിജയനെ പോലെ ആള് നട്ടത് ഭയങ്കര. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. MRZ തൊപ്പി ഇന്ന് കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MRZ തൊപ്പി തന്നെയാണ്. കാര്യം അത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ്, അത്രത്തോളം ഹിറ്റ് ആയിട്ട് തന്നെയാണ് ഇന്ന് തൊപ്പിയുടെ ഓരോ ലൈവ് സ്ട്രീമിംഗ് ആണെങ്കിലും പൊക്കോണ്ടിരിക്കുന്നത്. ആൻഡ് തൊപ്പിയുടെ മെജോറിറ്റി ഓഫ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു ജെൻസി അല്ലെങ്കിൽ 2K കിഡ്സ് ഒക്കെ തന്നെയാണ്. ബാക്കിയുള്ള ഓഡിയൻസ് ഇല്ല എന്നുള്ളതല്ല, പക്ഷെ മെജോറിറ്റി ഇവരാണ്. അപ്പൊ ഇത്തരത്തില് മുമ്പുണ്ടായിരുന്ന കുറെ നെഗറ്റീവ് സൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൊപ്പി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൽ നിന്നിരുന്നപ്പോൾ. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു രാപ്പകല് വ്യത്യാസമുണ്ട്. ഇന്നൊരു യഥാർത്ഥ നിഹാദായിട്ട് മാറി, അത്രത്തോളം മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് തൊപ്പി. അത് മനസ്സിലാക്കാനെ കൊണ്ട് തൊപ്പിയുടെ ലേറ്റസ്റ്റ് ഒരു ഇന്റർവ്യൂ കണ്ടാൽ മാത്രം മതി. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ആ ഒരു MRC ഗ്യാങ്. അപ്പൊ ഈ അടുത്തുണ്ടായിട്ടുള്ള ആ ഒരു മമ്മൂന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും മമ്മു ചെയ്തേക്കുന്ന പരിപാടിയും കൂടെ ആണെങ്കിൽ തൊപ്പിയുടെ തല വന്ന് പെട്ടിട്ടുണ്ടായിരുന്നു. മുമ്പ് തൊപ്പിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ മറ്റേ ഇതിന്റെ കേസിൽ പെട്ടപ്പോഴത്തേക്കിന് അതും തൊപ്പിയുടെ തലയിൽ തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെ അതിനകത്തിലെ എന്താ പറയുക കുറെ പ്രശ്നങ്ങളാണെങ്കിൽ തൊപ്പിയുടെ മണ്ടക്കൂട്ടും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത്തരത്തില് ഒപ്പം ഇല്ലെങ്കിൽ കൂടി തൊപ്പിയുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ചില ആൾക്കാർ ചെയ്യുന്ന ചില പ്രവർത്തികൾ അവർ വേണമെന്ന് വെച്ച് ചെയ്യുന്നത് ആയിരിക്കത്തില്ല, പക്ഷെ അവരുടെ ചില പ്രവർത്തികളാണെങ്കിൽ ഇന്ന് തൊപ്പിക്ക് വീണ്ടും ആ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് വലിച്ചിടുന്ന രീതിയിലോട്ട് കാര്യങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇപ്പൊ അവരുടെ MRC ഗ്യാങ്ങിൽ ഇപ്പൊ 9 പേരാണുള്ളത്. അപ്പൊ 10ാമത് ഒരാളെ എടുക്കുക, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ആൾക്കാർ അങ്ങനെ ആ ഒരു ഗ്യാങ്ങിലോട്ട് ചേരാൻ വേണ്ടിയിട്ട് കാണിച്ചു വിടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇന്നാണെങ്കിൽ ഇൻസ്റ്റയില് AJ കിച്ചൂട്ടൻ നമ്മുടെ കൂട്ടുകാരനാണ്, അവൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. അത് ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഈ ഒരു വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് പ്രഷർ സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ചിരിച്ചു കളിച്ച് കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. തൊപ്പിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെയിമിന് വേണ്ടിയിട്ടോ വേറെ ഒന്നിനും വേണ്ടിയിട്ടോ അല്ല, കുറച്ചു കാലം നിങ്ങളുടെ കൂടെ ഒന്ന് ഹാപ്പി ആയിരിക്കണം എന്നുണ്ട്. തൊപ്പി വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. തൊപ്പി വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഹാപ്പി ആയി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വല്ലാത്ത സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, എനിക്ക് സൗണ്ടിൽ ഒന്ന് ഉറക്കെ സംസാരിക്കാൻ പോലും പറ്റാത്ത അത്ര മൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഇവനാണെങ്കിൽ ഫെയിമിന് വേണ്ടിയിട്ടല്ല, അവൻ അവരുടെ ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവനോട് പറയുന്നത്. ആൻഡ് ഇവന്റെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് അറിയാൻ ചെയ്യുന്നതൊക്കെ തന്നെ മുൻപത്തെ. അപ്പം അതൊക്കെയാണെങ്കിൽ ഇവന് ഒറ്റയ്ക്കാണെങ്കിൽ അത് എന്താ പറയാ സർവൈവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. പക്ഷെ അതിൽ തൊപ്പിയുടെ ഗ്യാങ്ങിൽ ചേരണം എന്നുള്ള നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇത്തരത്തില് അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പം അങ്ങനെ തൊപ്പിയുടെ ഗ്യാങ്ങിലോട്ട് ചേരാനായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് വേറൊരാളുടെ ഒരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നിലമ്പൂരിന്ന് ചുങ്കത്തർന്ന് യാത്ര തുടങ്ങിയപ്പോ അതാണ് വണ്ടൂര് എത്തിക്കാണ്. 16.5 കിലോമീറ്റർ താണ്ടിട്ട് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത്. മറ്റേ ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാമിന്റെ ഒക്കെ കൂട്ട് ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാം ആണല്ലോ ഇതുപോലെ വിജയനെ കാണാൻ വേണ്ടിയിട്ട് നടന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ രീതിയിൽ ഈ ഒരു വ്യക്തിയാണെങ്കിൽ നടന്ന് തൊപ്പീനെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ആൻഡ് ഈ ഒരു വീഡിയോയുടെ ഒക്കെ താഴെ കമന്റ് ബോക്സിൽ മാസീവായിട്ട് ആരുടെ തൊപ്പി, ഇവൻ ഏതടാ വെടല, ഏത് തൊപ്പിയാണ്, തൊപ്പീനെ അറിയാം. ഒട്ടുമിക്ക അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മെജോറിറ്റി ജെൻസിക്കാണെങ്കിലും തൊപ്പീനെ അറിയാം. ഓക്കെ, അങ്ങനെയുള്ളപ്പം ആ ആൾക്കാർ പോലും ആണെങ്കിൽ ഏതാ തൊപ്പി എന്ന് പറയുന്നത് തൊപ്പീനെ അറിയുന്ന ആൾക്കാർ പോലും അറിയത്തില്ല. കാര്യം തൊപ്പിയുടെ അത്ര ഹേറ്റ് ഉണ്ടാവുന്ന രീതിയിൽ ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾ ഇങ്ങനെ മാറുകയാണ്. പുള്ളിക്ക് നല്ല നെഗ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം ഇയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിനെക്കുറിച്ച് അന്ന് തൊപ്പിയാണെങ്കിൽ തന്റെ ലൈവിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. യാത്ര എന്നെ കാണാൻ വേണ്ടിട്ട് മലപ്പുറത്ത് നിന്നടുത്തേക്ക് നടന്നിട്ട് വരുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഞാൻ പോകും. ഇത് തെറിവിളി കേൾപ്പിക്കാൻ വേണ്ടിട്ട് എനിക്ക് തെറിവിളി കേൾപ്പിക്കാം. ചിലപ്പോ അയാളെ സ്നേഹം കൊണ്ട് ജെന്യൂനായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇത് കാരണം എനിക്ക് തെറിവിളി കേൾക്കാം. മൊത്തം സത്യം അവര് ജെന്യൂനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ പണി കിട്ടുന്നത് തൊപ്പിക്ക് തന്നെയാണ്. കാര്യം ഒരു ഗ്യാങ്ങിൽ ചേരാൻ വേണ്ടിയിട്ട് ഇത്രയും ഇതായിട്ട് നടക്കുകയാണ്. ഇത് ഫെയിമിന് വേണ്ടിയിട്ടാണോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്താണെങ്കിലും ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ ഇവരുടെ തുടക്കത്തിൽ തൊപ്പിയുടെ ലൈവ് അത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് കൊടുക്കുന്നത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, കലാകാരന്മാരെ അത്യാവശ്യം എന്താ പറയാ ഈ ഒരു ആർട്ടിനെ അല്ലെങ്കിൽ ആ ഒരു കഴിവുള്ള ആൾക്കാരാണെങ്കിൽ പൊക്കി പിടിച്ച് കൊണ്ടുവരാനെ കൊണ്ട് തൊപ്പി നല്ല രീതിയിൽ തന്നെ അവർക്ക് അത്രയുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ രീതിയിലാണ് തൊപ്പിയുടെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ പൊക്കോണ്ടിരിക്കുന്നത്. പണ്ടത്തെ തൊപ്പിയുടെ ലൈവ് ഒക്കെ അറിയാമല്ലോ, അത് പൂരം തെറിവിളി അങ്ങനെ ഇങ്ങനെ പോയിരുന്ന ലൈവ് ആയിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ആ ഒരു രീതിയിൽ ഇന്ന് കഴിവുള്ളവന്മാർക്ക് കയറി വരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെ ഇന്ന് തൊപ്പിയുടെ ആണെങ്കിൽ ആ ഒരു സാധനം മാറിയിരിക്കുകയാണ്. എന്താ പറയാ, ഒരു റിയാലിറ്റി ഷോയുടെ ഒക്കെ ആണെങ്കിൽ ഒരു മിനിയേച്ചർ വേർഷൻ എന്ന് വേണമെങ്കിൽ തൊപ്പിയുടെ ഒരു സ്ട്രീമിങ്ങിനെ നമുക്ക് പറയാം. കാര്യം നോർമലി ചെയ്യുന്ന ഒരു ലൈവ് സ്ട്രീമിംഗ് ഒക്കെ തന്നെയാണ്. പക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ എക്സ്ട്രാ ആൾക്കാർക്കുള്ള എന്റർടൈനിങ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്നുള്ളത്.
ആ ഒരു സാധനം തൊപ്പി ഇവിടെ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ഇവിടെ ഈ ഓരോ ആൾക്കാർ വരുമ്പോഴത്തേക്കിന് ഫെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി എന്താണെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആ ഒരു ഫെയിം അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിലൊരു ഫോണുണ്ട്, ക്യാമറ ഉള്ള ഒരു ഫോണുണ്ട്, നമുക്ക് ഇവിടെ നെറ്റ് ഉണ്ട്, നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിവുള്ളവനാണെങ്കിൽ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുക തന്നെ ചെയ്യും. കാര്യം പണ്ടത്തെ കൂട്ടി ഇപ്പോൾ സിനിമ നടനാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, ഇന്ന് പണ്ടത്തെ കൂട്ട് ഓഡിഷൻസിന് പോകണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, എല്ലാ ഓഡിഷൻസിന് പോയി അറ്റൻഡ് ചെയ്തിട്ടാണെങ്കിൽ നെഗടിച്ച് തിരിച്ചു തരേണ്ട ആവശ്യമില്ല. ഇന്ന് നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന ഒരു വീഡിയോ ഇട്ട് അത്യാവശ്യം ആൾക്കാരിലോട്ട് അത് എത്തിക്കഴിഞ്ഞാൽ, അത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എത്തേണ്ടുന്ന ആൾക്കാരിലോട്ട് എത്തുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും. പക്ഷെ ഇയാളെ പോലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിന് നല്ല നെഗ് വന്നുകൊണ്ടിരിക്കുന്നത് തൊപ്പിക്ക് തന്നെയാണ്. ആ പുള്ളി ഇവിടെ ഇവരുടെ ഹൗസിനകത്തോട്ട് വന്നതിന് ശേഷം പുള്ളിനെ ഇരുത്തിക്കൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളി ഏതോ മീഡിയക്കാർ വന്ന് പാപ്പരാസി വന്ന് ചോദിച്ചാൽ പറഞ്ഞു നമ്മളെ കേരളത്തില് വിജയാണല്ലോ തൊപ്പി, അപ്പൊ വിജയനെ പോലെ ആള് നട്ടത് ഭയങ്കര ഊക്ക കിട്ടുന്ന തന്നെ. ഇതേപോലെ ആണെങ്കിൽ കുറെ ഓൺലൈൻ മീഡിയസ് ഉണ്ട്. അപ്പൊ അവരുടെ പോസ്റ്റിലൊക്കെ ആണെങ്കിൽ പല നടിമാരുടെയോ നടന്മാരുടെ ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ എന്റെ അത്ര അഭിനയിക്കുന്ന വേറെ ആരും ഇല്ലല്ലേ, അല്ലെങ്കിൽ ഇവളെക്കാൾ വലിയൊരു സുന്ദരി വേറെ ആരും, അല്ലെങ്കിൽ ഇവനേക്കാൾ വേറൊരു സുന്ദരൻ വേറെ ആരും ഇല്ലല്ലേ എന്ന് പറഞ്ഞ ഓരോ ആർട്ടിസ്റ്റിന്റെ ഒക്കെ ആണെങ്കിൽ ഫോട്ടോ വെച്ചുകൊണ്ട് ഇവർ ഓൺലൈൻ മീഡിയയിൽ ഓരോ പോസ്റ്റും ഇടും. ഈ ഇടുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനോ ആരാ പറഞ്ഞത് ഇവനൊക്കെ സുന്ദരൻ അല്ലെങ്കിൽ ഇവരൊക്കെ സുന്ദരിയാണെന്ന് ആരാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെറി വിളിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ കമന്റ് ഇടും. ആ കമന്റിലൂടെ അവരുടെ ആണെങ്കിൽ ആ ഒരു പേജിന് ആ ഒരു പോസ്റ്റിന് നല്ലൊരു എൻഗേജ്മെന്റ് കിട്ടും, അത്യാവശ്യം നല്ല റീൽസിലോട്ട് കാര്യങ്ങൾ എത്തും. അപ്പൊ ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ ഇത്തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല നെഗ് ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ ഈ സാധനങ്ങളൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ അവരെ കുറിച്ച് ഇടുമ്പോൾ ഈ ഇടുന്ന ചാനൽ നല്ല റീച്ച് കിട്ടാറുണ്ട്. ഇവിടെ ആണെങ്കിലും ഇയാൾ വന്നിട്ട് കേരളത്തിലെ വിജയാണ് തൊപ്പി എന്ന് പറയുമ്പോഴത്തേക്കിന് കണ്ടിട്ടിരിക്കുന്ന ആൾക്കാർ ഈ സെയിം സാധനം തന്നെയാണ് അവിടെയും വർക്ക് ആവുന്നത്. തൊപ്പിക്ക് നേരെ നെഗറ്റീവ് തന്നെ ആയിരിക്കും പറയുന്നത്. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലോ, പോയിട്ട് ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങല്ലേ, മനസ്സിലായോ? ഇതെന്താ നിങ്ങളൊരു മോട്ടിവേഷൻ എന്താ ഇതിലേക്ക് ഇറങ്ങാൻ തോന്നിയ കാര്യം? നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ നടന്നാണോ അതോ? അല്ലല്ല, ഞാൻ എന്താ വെച്ചാല് ഒരു ട്രെയിനില് വന്നിട്ട് ഇവിടെ ഒരു കോണിമല്ല് അടിച്ചിട്ട് പോയാല് അതൊരു ഇത്ര ബലം ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോ ഇത്ര നമ്മൾ 150 കിലോമീറ്റർ ചാണ്ടി ഇങ്ങോട്ട് വന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടേക്ക, നിങ്ങൾ ഈ ചാറ്റിലോ നോക്കിയോ, എല്ലാരും കിക്കും എൽ സ്ട്രീം ഇത് എന്നല്ല പറയും. നിങ്ങൾ സാധാരണ പോലെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് അതിനോട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടു കൂടി ഇടിരുന്ന് നമുക്ക് ഇതാക്കാം. ഇതിപ്പോ എല്ലാവരും കിക്കുന്നത് പറയാൻ കാരണം എന്താ, നിങ്ങൾ ഈ ഉണ്ണിക്കണ്ണൻ മങ്ങളുടെ അതിനെ കണ്ടിട്ടല്ലേ ഇത് ചെയ്തത്? അതല്ല, ഞാൻ അങ്ങനെ രീതിയിലല്ലേ ചെയ്തത്. ആയിരിക്കൂല, പക്ഷെ ആൾക്കാർ അങ്ങനെ എടുക്കുന്നു. പിന്നെ നിങ്ങൾ ഈ മീഡിയന്റെ മുന്നിൽ ഇങ്ങനെ കോമാളി ആവാൻ വേണ്ടി നിന്നു കൊടുക്കരുത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ലേ? എത്ര മക്കളുണ്ട്? 3 മക്കളുള്ള. നാളെ നിങ്ങളെ മക്കൾ വളർന്ന് വലുതാവുമ്പോ ഈ പഴയ വീഡിയോ കൊടുത്തിട്ട് ഓന്റെ സ്കൂളിൽ പോകുമ്പോ ഓന്റെ ഫ്രണ്ട്സ് കളിയാക്കൂലേ? 3 മക്കളുള്ള ഒരു വെടലാണ് ഈ വിവരക്കേട് ഒന്ന് കാണിക്കുന്നത്. അത് നടന്നു വന്നിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങള് നിങ്ങൾ ബാക്കിയെല്ലാം പോട്ടെ, ഈ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ആവുമ്പോ ഞാൻ ഇത് പറയാൻ അർഹനല്ല, ഞാൻ അങ്ങനെ നടന്നതാണ്. പക്ഷെ ഞാൻ മക്കളെ കാര്യം ആലോചിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ പിള്ളേരെ കാര്യം ആലോചിച്ചിട്ട് പറയുന്നത്. സപ്പോർട്ടാണ് കുട്ടികള് ആയിക്കോട്ടെ. പക്ഷെ ഈ മീഡിയക്കാർ വന്നിട്ട് നിങ്ങളോട് അങ്ങനെ പറയുന്ന പറയുമ്പോ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല, മനസ്സിലാവും? അവര് റീച്ചിന് വേണ്ടി നിങ്ങളൊരു ഉണ്ണിക്കണ്ണൻ മംഗൾഡാമാക്കി മാറ്റുന്നതോ? മക്കള് സപ്പോർട്ടാണെന്ന് പറയുമ്പോഴേ മക്കൾക്ക് അത്രത്തോളം ഈ വ്യക്തിയുടെ അത്രയും വിവരം എന്തായാലും മക്കൾക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ നടന്നു പോയി തൊപ്പി എടുത്തോട്ട് ചെന്നതൊക്കെ പറയുമ്പോഴത്തേക്കും മക്കൾ അങ്ങനെ പല കാര്യങ്ങളിലും ഈ പറയുന്ന പോലെ കൊള്ളാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചുകൂടെ? പിന്നെ ഇവിടെ തൊപ്പി തന്നെ പറയുന്നുണ്ട്, ഞാനിത് പറയാൻ ആളല്ല, പക്ഷേ ഇങ്ങനെ വന്നൊരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നുള്ളത് തൊപ്പി പറയുമ്പോൾ തൊപ്പിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. മുമ്പ് ആ ഒരു നെഗറ്റീവ് രീതിയിൽ വന്നിട്ട് തൊപ്പിക്ക് ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസ് വലിയ രീതിയിലുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്, രാപ്പകല് വ്യത്യാസമുണ്ട് തൊപ്പിക്ക്. അപ്പം ആ ഒരു ഫേസും തൊപ്പിക്കറിയാം, ഇപ്പോഴത്തെ ഫേസും തൊപ്പിക്കറിയാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തൊപ്പി ഹാപ്പി ആയിട്ടുള്ള ഈ ഒരു ഫേസിൽ തന്നെയാണ്. കാര്യം അന്നത്തെ മുഴുവൻ പ്രശ്നങ്ങൾ അങ്ങനെ അടി വഴക്ക് സീനൊക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ലേ. അതിനെക്കാട്ടിൽ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ് തൊപ്പിപ്പോൾ പോകുന്നത്. അതിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതിലാണ് ഇവരുടെ പ്രവർത്തികൾ. ആൻഡ് ഇത് മാത്രമല്ല, വേറൊരു ടീച്ചർ, ഒരു സാറ് കൂടെ വന്നിട്ട് ഇതിനകത്ത് ഇവരുടെ അടുത്ത് ചേരാനൊക്കെ വന്നിട്ടുണ്ട്. അതുകൂടെ ഇങ്ങോട്ട് വെക്കാം. അഭിനവ് എവിടുന്ന് വരുന്നത്? NRC ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്റെ ജോലിയൊക്കെ വിട്ടിട്ടാണ് ഞാൻ വന്നത്. ജോലി സാറാ ഇരിക്ക്. മാഷെ അടിക്കരുത് നമ്മളാ. നമ്മ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളെ അങ്ങനെയൊന്നുമില്ലേ മാഷ? കാര്യം പറ വെറുതെ. ഞാൻ ഹിന്ദി അധ്യാപകനാ. അമ്മ സത്യം ഹിന്ദി അധ്യാപകനാ. എനിക്കൊരു ട്യൂഷൻ സെന്റർ ഉണ്ട്. അപ്പൊ സ്കൂളിൽ റിസൈൻ ചെയ്തിട്ട് MRC ഗ്യാങ്ങിൽ മെമ്പർ ആണോ? 10th മെമ്പർ ആവാൻ വേണ്ടിട്ട് വന്നു. അതും തിരുവനന്തപുരം ഹിന്ദി മാഷ്. അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ?
തീരുമാനം എനിക്ക് നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ചാവാൻ പോലും പോയ ഞാനാണ്. നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ പ്രത്യേക ഒരു ചാവാൻ പോയോ? കുറച്ച് ഫാമിലി ഇഷ്യൂസ്, അത് തെക്കല്ല ഇപ്പൊ പറയണ്ട. നിങ്ങളുടെ ലൈവ് ഇവിടെ ചാവാൻ പോയ ഒരു വ്യക്തിയാണ് ഇവിടെ. ഇതുപോലെ ഇപ്പം ഏജക്കിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ ഉണ്ടല്ലേ, ഇതുപോലെ തുപ്പരെടുത്തോട്ട് ഇങ്ങനെ വരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കുറെ ആൾക്കാർക്ക് ഇനിയിപ്പോ തുപ്പി റിജക്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഇനിയിപ്പോ അതിന്റെ പേര് ചിലപ്പോൾ ഡിപ്രഷൻ അടിച്ചിട്ട് ഇതുപോലെ ചാവാൻ പോകുന്ന ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ചിലപ്പോൾ നാളുകളിൽ നമുക്ക് കണ്ടേക്കാം, പറയാൻ പറ്റൂലേ. എനിക്കൊരു പ്രത്യേക ഒരു ഉന്മേഷമുള്ളൂ സത്യം പറഞ്ഞാല്. അപ്പൊ നിങ്ങളുടെ ഗ്യാങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉപദേശിക്കാനൊന്നും തന്നെ ആരും ഇല്ലായിരുന്നു. എന്റെ അമ്മ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനുണ്ടെങ്കിലും അമ്മയാണ് എല്ലാം. ഇല്ല ഞാൻ എനിക്ക് 26 വയസ്സേ ഉള്ളൂ. 26 വയസ്സാ. ട്യൂഷൻ സെന്റർ ഉണ്ട്. ഡാൻസ് അധ്യാപകനാണ്. ക്ലാസിക്കൽ ഡാൻസ്. ഞാൻ സ്റ്റേറ്റ് ലെവലിൽ കുട്ടികളെ എത്തിച്ചിട്ടുണ്ട്. ആണോ? എത്ര വർഷമായി സാറായിട്ട്? 3 വർഷം. ഞാൻ 2017-20 യൂണിവേഴ്സിറ്റി കോളേജിൽ BA ഹിന്ദി ഡിഗ്രി, പിന്നെ MA 2020-22, പിന്നെ 23-24 B.Ed, പിന്നെ അപ്പോഴത്തന്നെ സ്പോട്ടിൽ തന്നെ അധ്യാപകനായിട്ട് കയറി. പിന്നെ ഇങ്ങോട്ട് വന്നു. വീട് നാടും എല്ലാം ഉപേക്ഷിച്ചു. എനിക്ക് ട്യൂഷൻ സെന്റർ ഉണ്ട്. ഞാൻ ട്യൂഷൻ സെന്റർ അനിയനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. നോക്കിക്കോളണം എന്ന് ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ട്യൂഷൻ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? 150ഓളം കുട്ടികളുണ്ട്. എത്രാം ക്ലാസ് തൊട്ട്? 1 മുതൽ ഏകദേശം പ്ലസ് 2 വരെ. എന്റെ ഫുൾ ഡീറ്റെയിൽ കാണാൻ പറ്റും. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റേ മമ്മൂന്റെ വിഷയത്തിലാണെങ്കിൽ, പിന്നീട് മമ്മൂനെ ആണെങ്കിൽ ചവിട്ടി പുറത്താക്കുക ആ ഒരു സ്കീമിലാണെങ്കിൽ ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനമാണെന്നുള്ള ആൾക്കാർ തൂക്കിയിട്ടുണ്ടായിരുന്നു. മേ ബി അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പൊ ഈ ഇതും സ്ക്രിപ്റ്റ് ആണെന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ടാവുക. അപ്പം ഇതിനകത്തില് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ കിച്ചൂട്ടനാണെങ്കിലും അതുപോലെ പല ആൾക്കാർ ഇത്തരത്തില് തുപ്പീനെ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് തുപ്പി മുമ്പാണെങ്കിൽ തുപ്പിക്കുണ്ടായിരുന്ന ആ ഒരു കിട്ടുന്ന റവന്യൂ അതിനെ പറ്റിയിട്ട് റിവീൽ ചെയ്തിട്ടുണ്ട്. കൂടെ ഉള്ളവർക്കാണെങ്കിൽ എത്രത്തോളം സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി അതൊക്കെ കണ്ടിട്ടായിരിക്കും ഇവർ വരിക. പക്ഷേ ഈ വരുന്ന ആൾക്കാർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തൊപ്പി മുമ്പ് ഈ പറയുന്ന ഗ്യാങ്ങോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി പോലും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ. നാളുകളോളം വീട്ടിൽ അടച്ചിരുന്ന് ആ ഒരു രീതിയിലൊക്കെ പൊക്കോണ്ടിരുന്ന ആ ഒരു തൊപ്പി പെട്ടെന്ന് ഒരു ദിവസം ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നു. തൻ്റെതായിട്ടുള്ള ചിന്തകളിലൂടെ ഐസോസ്പീഡിനെ ആണെങ്കിൽ പിന്നീട് നേരെ കോപ്പി ചെയ്യുന്നു. നെഗറ്റീവ് ആണെങ്കിൽ ആ രീതിയിൽ വലിയൊരു ഓഡിയൻസിനെ ഉണ്ടാക്കാനെ കൊണ്ട് തുപ്പിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നെഗറ്റീവ് ആണെങ്കിൽ കുറെ ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയുള്ള കണ്ടന്റ്സ് ആയിരുന്നു അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ മാറിയിട്ട് ഇന്നൊരു പോസിറ്റീവായിട്ട് വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു ഫേസിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തുപ്പി. അപ്പം തുപ്പി ഇന്നലകളിൽ ആരും ഉണ്ടായിരുന്നില്ല കൂടെ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് തുപ്പി. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ അതിനെ ഇൻസ്പയർ ചെയ്തിട്ട് നിങ്ങൾ ആ രീതിയിൽ വരാൻ ശ്രമിക്കൂ. ഇവിടെ നമുക്കെല്ലാവർക്കും ഈ പറഞ്ഞ അവിടെ പോയാലേ പ്ലാറ്റ്ഫോം ഉള്ളൂ എന്നൊന്നും അങ്ങനെ ആരും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, അതിലൊരു ക്യാമറ ഉണ്ട്, നേരെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്താണോ, ചിലപ്പോൾ ഇതുപോലെ സംസാരിക്കാനായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവുക, ആ സാധനം അങ്ങോട്ട് ഇറക്കുക. അല്ലെങ്കിൽ പാട്ട് പാടാനാണെങ്കിൽ അത്, ഡാൻസ് കളിക്കാനാണെങ്കിൽ അത്, എന്താണോ ആ സാധനം ഷോക്കേസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന അക്സെപ്റ്റൻസ് ആണെങ്കിൽ ഉറപ്പായിട്ട് കിട്ടുക തന്നെ ചെയ്യും. ഇവിടെ ഒരു കഴിവില്ലാത്ത കുറെ ആൾക്കാർ, മറ്റേ കോമഡികളായിട്ടുള്ള ആൾക്കാർ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ലേ ഇവിടെ. അപ്പൊ കഴിവുള്ള ആൾക്കാരെ എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൂടാ? അതുകൂടെ നിങ്ങളൊന്ന് ആലോചിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ശരി, ബൈ. Believe in yourself. Don't fear failure. Dream big. Work hard. Stay positive. Enjoy the journey.